ഹലോ ഫ്രണ്ട്സ്, ക്രിയേച്ചർ എൻക്ലേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടാരന്റുല എന്ന ചിലന്തിയെക്കുറിച്ചാണ്. ടാരന്റുല എന്നത് വലിപ്പം കൂടിയ രോമമുള്ള ഒരു ചിലന്തിയാണ്. സാധാരണ വീടുകളിൽ കാണുന്ന ചിലന്തിയേക്കാൾ വലിപ്പമുണ്ട് ഇവയ്ക്ക്. തെറാഫോസൈഡേ എന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്ന ജീവികളാണിവ. ടാരന്റുലയ്ക്ക് 8 കാലുകളുണ്ട്. ഇവയുടെ ശരീരത്തിൽ നിറയെ വലിയ രോമങ്ങൾ കാണാം. വലിയ കണ്ണുകളാണ് ഇവയ്ക്ക്. ദക്ഷിണ അമേരിക്ക, മധ്യ അമേരിക്ക, ആഫ്രിക്ക, ഇന്ത്യ, ശ്രീലങ്ക, തെക്കേ ഏഷ്യ എന്നിവിടങ്ങളിലാണ് ടാരന്റുലകളെ കണ്ടുവരുന്നത്. കാട്, മരുഭൂമി, പാറക്കുഴികൾ, മണ്ണുകൊണ്ടുള്ള തുരകങ്ങൾ, മരച്ചില്ലകൾ എന്നിവയാണ് ഇവയുടെ വാസസ്ഥലങ്ങൾ. ഇവ നൊക്ടേർണൽ ആണ്, അതായത് ഇവ രാത്രിയിലാണ് കൂടുതലും ആക്റ്റീവായി കാണപ്പെടുന്നത്. ലോകത്ത് 100-ൽ പരം ടാരന്റുല സ്പീഷീസുകളുണ്ട്. ചിലത് കാട്ടിൽ ജീവിക്കുന്നവയാണെങ്കിൽ ചിലത് മനുഷ്യർ പെറ്റായി വളർത്തി വരുന്നു. ചിലിയൻ റോസ് ടാരന്റുല, മെക്സിക്കൻ റെഡ്നി ടാരന്റുല, ഗോളിയാത്ത് ബേർഡ് ഈറ്റർ, ഇന്ത്യൻ ഓർണമെന്റൽ ടാരന്റുല, പിങ്ക് ടോ ടാരന്റുല എന്നിവയാണ് പ്രശസ്തമായ ടാരന്റുല സ്പീഷീസുകൾ. ഇതിൽ ചിലിയൻ റോസ് ടാരന്റുല എന്നത് കാം ആൻഡ് ബിഗിനർ ഫ്രണ്ട്ലിയെ പെറ്റായി വളർത്താൻ ഏറ്റവും നല്ല ടാരന്റുല സ്പീഷീസുകളിൽ ഒന്നാണ്. അതിൻ്റെ നല്ല സ്വഭാവം, കുറഞ്ഞ പരിപാലനം, നീണ്ട ആയുസ് എന്നിവയെല്ലാം ചേർന്ന് ഇവയ്ക്ക് ലോകമെമ്പാടും ആരാധകർ ഏറെയാണ്. ഇവയുടെ ശരീരത്തിൽ ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ ഗ്രേയിഷ് കളറായാണ് കാണപ്പെടുന്നത്. ചില ടാരന്റുലകൾക്ക് ശരീരത്തിൽ റോസ് ഗോൾഡ് ടിൻറ്റ് കാണപ്പെടാറുണ്ട്. അതിനാലാണ് ഇവയ്ക്ക് ചിലിയൻ റോസ് എന്ന പേര് വന്നത്. മെക്സിക്കൻ റെഡ്നി ടാരന്റുലയുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പ്രത്യേകതയാണ് അതിൻ്റെ കാൽമടിക്കെട്ട് ഭാഗത്തുള്ള ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറം. ഇത് സാധാരണയായി ചിലന്തികളിൽ കാണപ്പെടാത്തതാണ്. ഇവ വളരെ ശാന്ത സ്വഭാവക്കാരാണ്. മനുഷ്യരെ ഇവ ആക്രമിക്കില്ല. മാത്രമല്ല, ഭീഷണി നേരിടുമ്പോൾ ഇവ ഒളിച്ചോടും. ഇവ ഒരു ബിഗിനർ ഫ്രണ്ട്ലി പെറ്റാണ്. ഗോലിയാത്ത് ബേർഡ് ഈറ്റർ ലോകത്തിലെ ഏറ്റവും വലിയ ടാരന്റുലയാണ്. വലിയ വലിപ്പവും ശക്തമായ കാൽപാദങ്ങളുമാണ് ഇവയ്ക്കുള്ളത്. ചെറിയ പക്ഷികളെയും പാമ്പുകളെയും വരെ ഇരയാക്കുന്ന ഒരു അതിശയകരമായ ചിലന്തിയാണിത്. ഇവയുടെ ശരീരവലിപ്പം മാത്രം 10 മുതൽ 12 സെന്റിമീറ്റർ വരെ വരും. ചില രാജ്യങ്ങളിൽ ഇവയെ വളർത്തുമെങ്കിലും ഇന്ത്യയിൽ ഇവ എക്സോട്ടിക് വൈൽഡ് ലൈഫിൽ പെടുന്നു. ഇവയെ വളർത്താൻ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ആവശ്യമാണ്. ഇന്ത്യൻ ഓർണമെന്റൽ ടാരന്റുല ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രസിദ്ധമായ ടാരന്റുലയാണ്. ശരീരത്തിലുള്ള മനോഹരമായ പാറ്റേൺസ്, അതിവേഗം നീങ്ങുന്ന കാൽപാദങ്ങൾ, ആകർഷകമായ നിറം എന്നിവയാണ് ഇവയുടെ പ്രത്യേകത. സൗത്ത് ഇന്ത്യ, പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരള, കർണാടക എന്നിവിടങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നത്. മഴക്കാടുകൾ, വലിയ തണ്ടുള്ള മരങ്ങൾ, പാറക്കുഴികൾ എന്നിവയാണ് ഇവയുടെ താമസ സ്ഥലം. ഇവ വളരെ വേഗതയുള്ള സ്പൈഡറാണ്.
ഭീഷണി വന്നാൽ കടിക്കാൻ സാധ്യതയുണ്ട്. കടിയുണ്ടായാൽ അസഹനീയമായ വേദനയും മസ്കുലർ ക്രാംസ് പോലുള്ള പ്രശ്നങ്ങളും വരാം. പക്ഷേ മരണം സംഭവിക്കില്ല. എക്സോട്ടിക് പെറ്റ്സ് ലവേഴ്സിനിടയിൽ ഇവ വളരെ പ്രശസ്തമാണ്. പക്ഷേ ഇന്ത്യയിൽ ഇത് നേറ്റീവ് വൈൽഡ് സ്പീഷീസ് ആയതിനാൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം അനുമതി കൂടാതെ വളർത്താൻ പാടില്ല. പിങ്ക് ടോ ടാരന്റുല. ഇവയ്ക്ക് കാൽപാദത്തിൻ്റെ അറ്റത്ത് ലൈറ്റ് അല്ലെങ്കിൽ റെഡിഷ് ടിൻറ്റ് കാണപ്പെടുന്നു. ഇതാണ് ഇവയുടെ പേര് വരാൻ കാരണം. കറുപ്പും ചാരനിറമുള്ള ശരീരത്തിൽ ചുവപ്പ് തൊലി ഭാഗങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു. ഇവയുടെ ശരീരം ചെറുതാണ്, എന്നാൽ വളരെ ആക്റ്റീവുമാണ്. ഇവ വളരെ കാം ആൻഡ് ഷായ്, നോൺ അഗ്രസീവായ സ്വഭാവമുള്ളവരാണ്. ഇവ ഭീഷണി അനുഭവപ്പെടുമ്പോൾ കടിക്കുന്നതിന് പകരം ഓടിപ്പോകും, അല്ലെങ്കിൽ സിൽക്ക് ഉപയോഗിച്ച് സ്വന്തമായി സ്ഥലമുണ്ടാക്കും. അതിനാൽ തന്നെ ബിഗിനർ പെറ്റ് കീപ്പേഴ്സിന് ഇഷ്ടപ്പെടുന്ന സ്പൈഡറാണിത്. ടാരന്റുലയെ കണ്ടാൽ ഭീകരന്മാരായി തോന്നുമെങ്കിലും ഇവ അത്ര അപകടകാരികളല്ല. ഭീഷണി ഉണ്ടാവുമ്പോൾ ഇവ കാലുയർത്തി ഭീഷണിപ്പെടുത്തും. ചില ടാരന്റുലകൾക്ക് ശരീരത്തിൻ്റെ പുറം ഭാഗത്തായി, പ്രധാനമായും വയറിൻ്റെ വശത്തിൽ ചെറിയ രോമങ്ങളുണ്ട്. ഇവയെ ഏർട്ടിക്കേറ്റിംഗ് ഹെയർ എന്നാണ് വിളിക്കുന്നത്. ചില ചിലന്തികൾ ഭീഷണി തോന്നുമ്പോൾ ഈ ഹെയർ കാലുകൊണ്ടുരച്ച് പുറത്തു തള്ളും. ഈ രോമങ്ങൾ കാറ്റിൽ പറന്ന് ശത്രുവിൻ്റെ കണ്ണിലോ ശരീരത്തിലോ പോയാൽ കഠിനമായ ചൊറിച്ചിലും വേദനയും ഉണ്ടാകും. ചിലപ്പോൾ കണ്ണിന് പെർമനന്റ് ഇറിറ്റേഷൻ വരെ ഉണ്ടാക്കാം. ചിലിയൻ റോസ് ടാരന്റുല, മെക്സിക്കൻ റെഡ് നീ ടാരന്റുല ഇവയ്ക്കാണ് പ്രധാനമായും ഏർട്ടിക്കേറ്റിംഗ് ഹെയർസ് ഉള്ളത്. ചെറുകീടങ്ങൾ, പുഴുക്കൾ, ചെറിയ പാമ്പുകൾ, തവളകൾ എന്നിവയെല്ലാമാണ് ഇവയുടെ പ്രധാന ഭക്ഷണങ്ങൾ. ഇരയെ പിടിച്ച് വിഷം കുത്തി പാരലൈസ് ആക്കി ദ്രവ്യവസ്തുവാക്കി കുടിക്കും. ഇതാണ് ഇവയുടെ രീതി. ടാരന്റുലകൾ വളരുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. മോൾട്ടിംഗ് ചെയ്യുക, അതായത് തൊലി മാറ്റുന്നത് വഴിയാണ് ഇവ വളരുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഈ പ്രക്രിയ ആരംഭിക്കും. പഴയ തൊലി മുഴുവൻ കളയുകയും അതിന് താഴെ പുതിയൊരു തൊലിയായി മാറുകയും ചെയ്യും. വലിപ്പം കൂടുന്നതിനനുസരിച്ച് ശരീരം വിടർന്ന് വളരാൻ ഇത് സഹായിക്കും. മോൾട്ടിംഗ് സമയങ്ങളിൽ ഇവ തനിച്ചായി ഒറ്റപ്പെട്ട് കിടക്കും. ഭക്ഷണം കഴിക്കില്ല. ശരീരം അലസമായിരിക്കും. ചലനം കുറയും. ഈ സമയത്ത് കുറച്ച് ശ്രദ്ധ വേണം. കാരണം ഈ സമയങ്ങളിൽ സ്കിൻ വളരെ സോഫ്റ്റ് ആയിരിക്കും. ചെറിയ ടാരന്റുലകൾക്ക് ഇത് മാസത്തിൽ ഒന്നാണെങ്കിൽ വലിയ ടാരന്റുലകൾക്ക് വർഷത്തിൽ ഒരു തവണയാണ് ഇങ്ങനെ വരിക. പഴയ തൊലി മാറിയതിനു ശേഷം കൂടുതൽ തിളക്കം, ഫ്രഷ് ലുക്ക്, വലിപ്പക്കൂടുതൽ എന്നിവ ഫീൽ ചെയ്യാൻ സാധിക്കും. ടാരന്റുല ഇന്ന് വളരെ പ്രചാരത്തിലുള്ള ഒരു പെറ്റാണ്. കുറഞ്ഞ ചിലവും പരിപാലനവും മതി എന്നതാണ് ഇവയുടെ പ്രത്യേകത. ഇവയ്ക്ക് പ്രോപ്പർ ടാങ്ക് സെറ്റപ്പ്, വാതിലുകൾ, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി എന്നിവ അത്യാവശ്യമാണ്. നല്ല രീതിയിലുള്ള പരിപാലനവും ഫീഡിങ്ങും സുരക്ഷിതമായ കൂടുമുണ്ടെങ്കിൽ ഇവ
പല വർഷങ്ങളോളം ജീവിക്കും. ടാരന്റുലയുടെ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രജനനം മറ്റു ജീവികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ആൺ ടാരന്റുലയ്ക്ക് ചെറിയ വലിപ്പവും നീളമുള്ള കാലുകളുമാണ്. പെൺ ടാരന്റുലകൾ വലുതും ശക്തവുമാണ്. ഇവ കൂടുതൽ ആയുസ് ജീവിക്കും. മെയിൽ ടാരന്റുല സ്പൈഡർ വെബ് നിർമ്മിച്ച് അതിലൂടെ തൻ്റെ സ്പേം പുറത്തുവിടുകയും പിന്നീട് അതിനെ പെഡിപാൽപ്പ് എന്ന് വിളിക്കുന്ന മുന്നിലെ പ്രത്യേക കാലുകളിലൂടെ ശേഖരിക്കുകയും ചെയ്യും. ഇതിനുശേഷം മെയിൽ ഫീമെയിലിനെ സമീപിക്കും. വളരെ സൂക്ഷ്മതയോടെയും ക്ഷമയോടെയും ചെയ്യുന്ന പ്രക്രിയയാണിത്. കാരണം ഫീമെയിൽസ് മിക്കപ്പോഴും ആക്രമണകാരികൾ ആയിരിക്കും. ഇവ മറ്റൊരു ടാരന്റുലയെ കടിച്ച് തിന്നാൻ പോലും സാധ്യതയുണ്ട്. മെയിൽ തൻ്റെ പെഡിപാൽപ്പ് ഉപയോഗിച്ച് ഫീമെയിലിൻ്റെ പ്രജനന തുറവിൽ സ്പേം എത്തിക്കും. ഇങ്ങനെയാണ് ടാരന്റുലയുടെ മേറ്റിംഗ് പ്രോസസ്സ്. മേറ്റിംഗ് കഴിഞ്ഞാൽ മെയിൽ ഉടൻ തന്നെ രക്ഷപ്പെടും. പലപ്പോഴും ഫീമെയിൽ ടാരന്റുല മെയിൽ ടാരന്റുലയെ തിന്നാറുണ്ട്. അതിനുശേഷം ഫീമെയിൽ 50 മുതൽ 100 മുട്ടകൾ വരെ ഇടും. പിന്നീട് ഫീമെയിൽ സുരക്ഷിതമായി കാവൽ നിൽക്കും. അടുത്ത 6 മുതൽ 8 ആഴ്ചയ്ക്കുള്ളിൽ മുട്ടകൾക്കുള്ളിൽ നിന്നും സ്പൈഡർലിങ്സ് എന്നറിയപ്പെടുന്ന ചെറിയ ടാരന്റുലകൾ പുറത്തുവരും. ഇവ കുറേ സമയം അമ്മയുടെ കൂടെ ഇരിക്കും. പിന്നെ ഓരോരുത്തരായി മാറിപ്പോകും. ടാരന്റുല എന്നത് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ജീവിയാണ്. ഇവയുടെ വലിപ്പവും ഭീകരത നിറഞ്ഞ രൂപവുമെല്ലാം മനുഷ്യരെ ചിലപ്പോൾ പേടിപ്പിച്ചേക്കാം. പക്ഷേ അതിൻ്റെ ബിഹേവിയർ, ലൈഫ് സ്റ്റൈൽ, ബയോളജി എല്ലാം തന്നെ വളരെ അത്ഭുതം നിറഞ്ഞതാണ്. വളരാൻ തൊലി മാറ്റുന്നതും ശത്രുക്കളെ തടയാൻ രോമം പറത്തുന്നതും നൂറുകണക്കിന് കുഞ്ഞുങ്ങൾക്ക് അമ്മയാവുന്നതുമെല്ലാം വളരെ കൗതുകകരമാണ്. ഇത്തരത്തിൽ എക്സോട്ടിക് പെറ്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായി ക്രിയേച്ചർ എൻക്ലേവ് എന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ.